മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നമ്മുടെ ഉദ്ധവ് താക്കറെ പറഞ്ഞു, മഹാരാഷ്ട്ര ഇങ്ങനെ എന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞു. ഉദ്ധവ് താക്കറെയുടെ അവസാനമാണോ ഈ തെരഞ്ഞെടുപ്പ്? ആയിരിക്കണം. കാരണം ഉദ്ധവ് താക്കറെ ചെയ്തത് പൊളിറ്റിക്സിൽ രണ്ട് കാര്യമുണ്ട്. നമ്മളുടെ ഐഡൻറ്റിറ്റി വലുതായിട്ട് കോംപ്രമൈസ് ചെയ്യാതെ നമുക്കെതിരായിട്ടുള്ള ആൾക്കാരുമായിട്ട് സഖ്യം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ജനങ്ങളത് സഹിച്ചോളും. ബട്ട് നമ്മളുടെ ഐഡൻറ്റിറ്റി കളഞ്ഞുകൊണ്ട് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ അതിനൊരു ശിക്ഷയുണ്ട്. അതിന് ഉദാഹരണം കാശ്മീരാണ്. കാശ്മീരിൽ BJP PDP കൂട്ടുകെട്ടുണ്ടായി. BJP ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സെപ്പറേറ്റിസം അവസാനിപ്പിക്കുക. അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പ്രതിഷേധിച്ച് ഒരു പ്രമേയം നിയമസഭയിൽ ഇവർ അവതരിപ്പിച്ചു. നിയമസഭ കൂടിയിട്ടില്ല. നിയമസഭ കൂടാൻ പറ്റുന്നില്ല, കാരണം ഒരു മിനിസ്ട്രി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. മാസങ്ങളിങ്ങനെ കടന്നു പോവുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. BJP പറഞ്ഞു, ആ പ്രമേയം നിങ്ങൾ പിൻവലിക്കുക, ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കുക, അതിനകത്തുള്ള കാര്യം മാത്രമേ ഞങ്ങളും ചെയ്യുള്ളൂ, നിങ്ങളും ചെയ്യുള്ളൂ, അത് സമ്മതിക്കുക. അപ്പോൾ BJP ജനങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണല്ലോ BJPയുടെ ക്യാരക്ടറിൽ BJP കോംപ്രമൈസ് ചെയ്യാതെ PDPയുമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഭരിക്കുന്നു. PDPയുടെ ആൾക്കാർ നോക്കിയപ്പോഴുണ്ടല്ലോ, ഇവൻ BJPക്ക് പോയി കീഴടങ്ങിയതാ, അഫ്സൽ ഗുരുവിൻ്റെ പ്രമേയവും പിൻവലിച്ചു. വലിയ ആൾക്കാരാണല്ലോ, ഒരു വിഘടനവാദത്തിൻ്റെ കൂടാണ് PDP. ബട്ട് PDPക്ക് നിസ്സഹായരായിട്ട് ഇത് സമ്മതിക്കേണ്ടി വന്നു. ആകെ BJP ചെയ്തു കൊടുത്തൊരു ഇളവ്, മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്ന്. മുഫ്തി കുടുംബത്തിന് അധികാരം കിട്ടുമെന്നായപ്പോൾ അവരങ്ങോട്ടങ്ങ് സമ്മതിച്ചു. ഈ തെരഞ്ഞെടുപ്പിന് എന്തായി, അഡ്രസ്സില്ലാതെ പോയി മെഹബൂബ മുഫ്തിയുടെ. ഇത് BJPയുടെ ആദ്യ രൂപമായിരുന്ന ജനസംഘം ഇത് പല സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഈ ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബിൽ നിന്നൊക്കെ ഈ CPMനെ നാട് കിടത്തിയത് ജനസംഘമായിട്ട് കൂട്ടുകൂടിയിട്ടാണ്. ഒറ്റത്തവണ 1967 സംയുക്ത വിധായക് ദൾ മന്ത്രിസഭ കൊണ്ടുവന്നു എല്ലാ സ്ഥലത്തും. ദീനദയാൽജിയും റാം മനോഹർ ലോഹിയുമായിരുന്നു അതിൻ്റെ ശില്പികൾ. ദീനദയാൽജി കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് കൂടി. 1962 ചൈനീസ് പക്ഷപാതികൾ എന്ന് നമ്മൾ വിളിച്ചിരുന്ന ആൾക്കാരുമായിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ ദീനദയാൽജി ധൈര്യമായിട്ട് കൂട്ടുകൂടി. കംപ്ലീറ്റ് ശുദ്ധശൂന്യമായി. CPIയും ഇല്ല, CPMും ഇല്ല. ഇപ്പോൾ 6 ലോക്സഭാ സീറ്റ് വരെ ബീഹാറിൽ CPIക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഈ കൂട്ടുകൂടുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ നശിപ്പിക്കുന്നുണ്ടോ എന്നാണ് ആൾക്കാർ നോക്കുന്നത്. ക്യാരക്ടർ നശിപ്പിക്കാതെ മറ്റവനെ കൊണ്ട് കോംപ്രമൈസ് ചെയ്യിക്കുക. കാരണം അവന് അധികാരമോഹമുണ്ട്, ക്യാരക്ടറുള്ളവന് അധികാരമോഹം ഇല്ല. അപ്പം അധികാരം വേണ്ടതെന്ന് ചോദിച്ചാൽ അധികാരത്തിന് വേണ്ടിയിട്ടാണ്. അധികാരവും അധികാരത്തിനോടുള്ള അമിതമായ മോഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഉദ്ധവ് താക്കറെ ചെയ്തത് അയാളുടെ ക്യാരക്ടർ നശിച്ചിട്ട് കോൺഗ്രസിൻ്റെയും ശരത് പവാറിൻ്റെയും ടേംസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ജനങ്ങളെ അയാളെ ഉപേക്ഷിച്ചു. ഞാനൊരു സംഭവം നേരത്തെയും പറഞ്ഞിട്ടില്ലേ, മാതോശ്രീ എന്ന താക്കറയുടെ വീടിന് മുമ്പിൽ മുസ്ലിങ്ങൾ പ്രകടനം നടത്തി. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല ബാൽ താക്കറെയുള്ള കാലത്താണെങ്കിൽ. അത്രയധികം അധപ്പതിച്ചു. അപ്പോൾ ശിവസൈനികർ എന്ന് പറയുന്ന ആൾക്കാർ, ഇതെന്ത് പരിപാടി, ഇപ്പോൾ നമുക്കൊന്നും ഒരു വിലയില്ല, ഇയാൾ മറ്റേ മുസ്ലിം നേതാക്കൾ പറയുന്നത് സമ്മതിക്കുക. അത് വലിയ ഡിമാൻഡ് 16 ഐറ്റം വരുന്ന ഡിമാൻഡ് വെച്ചു. അതൊക്കെ ഇവർ സമ്മതിച്ചില്ല. മഹാവികാസ് അഘാടി അതപ്പോൾ 10% സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കാം, മുസ്ലിങ്ങൾക്ക് പ്രൊമോഷൻ ഇരട്ടി പ്രൊമോഷൻ കൊടുക്കാം, ഇതെല്ലാം സമ്മതിച്ചു. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നി ബാൽ താക്കറയുടെ മകനാണ് ഈ ചെയ്ത് കൂട്ടുന്നത്. ആൾക്കാർ വെറുക്കുമല്ല. ബട്ട് സ്റ്റിൽ 10 സീറ്റോ മറ്റോ കൊടുത്തിട്ടുണ്ട് ഒരു കൺസലേഷൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ക്യാരക്ടർ കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ് ഉദ്ധവ് താക്കറയുടെ കുറ്റം. അതല്ലാതെ അവരെ ഇങ്ങോട്ട് NCP കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും ശിവസേന ലൈനിലേക്ക് അയാൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ, അതെങ്ങനെ കൊണ്ടുവരുമായിരുന്നു എന്ന് എനിക്കറിയില്ല, കൊണ്ടുവന്നിരുന്നെങ്കിൽ ഏകനാഥ് ഷിൻഡെ ദൂരെ പോകുമായിരുന്നില്ല, വളരെ അത് നിൽക്കുമായിരുന്നു. ഏകനാഥ് ഷിൻഡെയുടെ വഴക്കിൻ്റെ തുടക്കം എവിടെയാണ്?
ഇയാൾ കോംപ്രമൈസ് ചെയ്ത് കീഴടങ്ങി അങ്ങനെ പൊക്കൊണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. ഇതാണ് ഏകനാഥ് പോയിൻ്റ്. അവിടെ നിന്നാണ് അവർ തമ്മിലുള്ള റിഫ്റ്റ് തുടങ്ങുന്നത്. സോ ക്യാരക്ടർ കോംപ്രമൈസ് ചെയ്തു എന്നുള്ള കുറ്റത്തിനാണ് ഉദ്ധവ് താക്കറെ ശിക്ഷിക്കപ്പെട്ടത്. വലിയ പ്രയാസമാണ് ഇനി തിരിച്ചു വരാൻ.